ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദേശീയ പണിമുടക്ക് കൂടിയാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഡോക്ടറെ കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെല്ലിവായി പുതുരുത്തി അങ്ങനെ അത്താണി ആ റൂട്ടിനായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പോവാറ്, തൃശ്ശൂർക്ക് പോകാറുള്ളത്. അപ്പം നമ്മൾ പോകുമ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ചെറിയ ചെറിയ കടകളൊക്കെ തുറക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ നെല്ലിവായി പുതുരുത്തി അവിടെ ഒന്നും ചെറിയ ചെറിയ കടകളൊന്നും തുറന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത്താണി എത്താറായപ്പോഴേക്കും കടകളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും ഒന്നുമില്ല. കുറച്ച് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു കുഞ്ഞിക്കട തുറന്ന് കാണും. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു കുറച്ച് കുഞ്ഞിക്കട, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് അടുത്തടുത്തായിട്ടുള്ള കടകളൊന്നും അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ റോട്ടിലൊന്നും വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് വലിയ വണ്ടികളൊന്നും ഇല്ല, ടൂ വീലേഴ്സ് മാത്രമേ കൂടുതലായിട്ട് ഓടിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. ഞാനിങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. കാരണം അങ്ങനെ പണിമുടക്ക് അങ്ങനെയൊന്നും ഉണ്ടാകും പോയിട്ടില്ല. പിന്നെ ഇന്ന് എന്തായാലും ഏട്ടന് വർക്കില്ല. അപ്പോൾ നമ്മൾ ഡോക്ടർ അവിടെ ഉണ്ടോ എന്നൊന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് പോവാം കേട്ടോ. ഞാനായിട്ട് മാത്രമേ ഉള്ളൂ, കാശക്കൂട്ടൻ ഇല്ല കേട്ടോ. അവനെ നമ്മൾ കൊണ്ടുവരാറില്ല തൃശ്ശൂർക്കൊന്നും പോകുമ്പോൾ. അങ്ങനെ നമ്മളിതാ തൃശ്ശൂർ എത്തിയിട്ടോ. അങ്ങനെ നമ്മളിതാ ഡോക്ടർ വീട്ടിലെത്തി. ഡോക്ടറെ വീട് കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. ഞങ്ങൾ ഇവിടേക്ക് 2-3 മാസം കൂടുമ്പോൾ വരാറുണ്ട്. ഇവിടുത്തെ ഡോക്ടറാണ് കേട്ടോ കാണിക്കുന്നത്, തലവേദന കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ എപ്പോൾ വന്നാലും കുറച്ച് നേരം ഫ്രണ്ടിൽ ആ ചെടികളൊക്കെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് 3:30ക്കാണ് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ 3:15 ആകുമ്പോഴേക്കും എത്തി. ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പേഷ്യൻസ് അങ്ങനെ കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളൊരു 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിതാ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ വേഗം എത്തി. നമ്മളിവിടെ 2:30ക്ക് പോന്നപ്പോൾ 3:15 ആകുമ്പോഴേക്കും വേഗം എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി കാത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇതാ ഡോക്ടറെ എത്തിയിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ മരുന്നൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ അവിടുന്ന് പോരാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ എപ്പോഴും കാഴ്ച ബംഗ്ലാവ് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് തൃശ്ശൂരുണ്ടല്ലോ. തൃശ്ശൂർ പിന്നെ പറയണ്ടല്ലോ, കാണാൻ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാറുണ്ട്. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ കാശൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറാറുണ്ട് കേട്ടോ. അതായത് സൂ ഒക്കെ കാണാൻ കയറാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും ആവില്ല. അപ്പോൾ അവൻ അതിൻ്റെ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തൃശ്ശൂർക്ക് വരുമ്പോൾ അങ്ങനെ അവനെ കൊണ്ടുവരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവുക ചെയ്യാറ്. അവൻ എന്തായാലും പറയും ഷവർമ്മ, ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒക്കെ പറയാറ്. പക്ഷെ ഇന്ന് അതൊന്നും വാങ്ങാൻ പറ്റിയില്ല കേട്ടോ, കാരണം കടകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവനത് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കടകളിൽ നിന്ന് നമ്മൾ മുറുക്ക് അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഗി അവന് ഇഷ്ടമുള്ളത് അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ വിശപ്പൊന്നും മാറാൻ വന്ന പരാതി ഉണ്ടാവുക, മിസ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ എന്തായാലും ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.